അത് ചേച്ചി പറഞ്ഞ ഈ കമന്റ് ഇടുന്നവരാരും നമുക്ക് അരി വാങ്ങി തരില്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം തരില്ല. അരിയുടെ കാര്യം പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം പോലും തരില്ല. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് കോഫി കഴിക്കും, ഫുഡ് കഴിക്കാൻ എല്ലാം വരും. പക്ഷെ എനിക്കൊരു ആപത്ത് വരുമ്പോൾ ഇവരാരും കാണില്ല. എനിക്ക് എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ കൂടപ്പിറപ്പിനോ ഒരു ആവശ്യം വന്നിട്ട് എനിക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ആരും കാണില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. ആ ഒരു ബോധ്യം എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ നേരെ പോയി എന്നും പറഞ്ഞിട്ട് ഒരിടത്തും ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് ഇങ്ങനെ കുറച്ച് ട്രോളുകളല്ലാതെ ഒരിടത്തും ഒരു മോശമായിട്ട് ഗൗരി ബിക്കിനി ചെയ്യും. അത് സ്വാഭാവിക. അത് പറയുന്നത് എപ്പോഴും പണ്ട് കുറെ കാലം കൊണ്ടേ അത് പറയുന്നുണ്ട്. അല്ലാതെ വേറൊന്നും ആരും പറയില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ ഈ ഒരു പട്ടിണി കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തെ ഉള്ളൊരു വാശിയാണോ എങ്ങനെയെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം? ഒറ്റപ്പെട്ട സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചില സമയത്ത് ഇപ്പൊ എന്താ പറയുക, നമ്മുടെ വീട്ടുകാരിൽ നിന്ന് നമ്മളപ്പം വലിയ മോഡലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അല്ല. കാരണം നമുക്ക് നമ്മളുടേതായ ഒരു രീതിയിൽ വരുമ്പോ ഇപ്പൊ എല്ലാരും കാണും. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കും. ചിലപ്പം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ, അപ്പൊ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അപ്പം നമ്മുടെ ഉള്ളിലെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് ഞാനേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇപ്പൊ ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിക്കുട്ടിയേ ഉള്ളൂ, വേറെ ആരും എന്നോട് സംസാരിക്കാനോ മിണ്ടാനോ ഇല്ലെങ്കിൽ ഞാൻ സ്വയം പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഞാനേ ഉള്ളൂ, നിനക്ക് ഞാനേ ഉള്ളൂ. മിലോ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടി ഇപ്പോൾ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് പറയാറുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ഒരു ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഒരു വാശിയാണ് ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡന്റ് ആവണം എന്നുള്ളത്. ഈ നമ്മൾ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷുവാലിറ്റി സ്ട്രെയിറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ സമയത്ത് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ്, എന്താണ് ആ സമയത്ത് തോന്നുന്നത്? ശരിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, പക്ഷെ നമ്മള് സ്ത്രീകളുടെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ലെസ്ബിയൻ കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ കമന്റിൽ വന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെയും ഞാൻ മോശക്കാരെ ആക്കി വെക്കില്ല. ഞാൻ നല്ലതായിട്ട് വേണം മറ്റൊരാളെ കുറ്റം പറയാൻ. ഒരിടത്തും ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ അറിയാണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫറിനോട് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മോശമായിട്ട് വേണമെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഒരു ക്യാമറമാൻ എന്റെ വർക്കിന് വരുന്നു, അപ്പൊ അവളുടെ കൂടെ ഷൂട്ട് ചെയ്യരുത്, അത് വേണ്ട എന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ അങ്ങനെ ഇതിനൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് മോഡൽ ഇപ്പൊ ലെസ്ബിയൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ ചെയ്തിട്ടും ആൾക്കാർ ഇത്, ഞാൻ പറഞ്ഞില്ലേ, കൊതിഞ്ഞൊണ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളിലും എല്ലാവരിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരെ പരദൂഷണം പറയുക. അപ്പം ഞാൻ ലെസ്ബിയൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേതാണ് മറിച്ചതാണ്, ഞാൻ അതാണ് ഇതാണ്, ഇവൾക്ക് കുടുംബമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, ഇതെന്താ ഇവളീ കാണിച്ചു കൂട്ടുന്നത്. അതൊരു തീമാണ്. ലെസ്ബിയൻ ഷൂട്ട് ഒരു സ്ത്രീയുമായിട്ട് നമ്മൾ ആ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. മോശമുണ്ട്, നല്ലതുമുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് മോശമായിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ നല്ലൊരു കണ്ടന്റ്, അതൊരു തീം ബേസ് ആണ്. യൂറോപ്യൻ കൺട്രിയിലും മറ്റുള്ള രാജ്യത്തെല്ലാം ലെസ്ബിയൻ ഇപ്പം കപ്പിൾ ഷൂട്ട് ചെയ്യുന്നു, അതൊരു മോശമല്ല. പ്രഗ്നൻസിയുടെ ഷൂട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വയറ് കാണിച്ച് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണോ? ഇപ്പം പ്രഗ്നൻസിയുടെ ഒരു കുട്ടി ഡെലിവറിയുടെ ടൈമിൽ ഷൂട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ മോശമാണെന്ന് നമ്മൾ ഇവരുടെ എല്ലാം പോസ്റ്റിന്റെ അടിയിൽ ചെന്നിട്ട് നീ എന്തിനാണ് വയറ് കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് നമുക്ക് കമന്റ് ഇടാൻ പറ്റില്ല. പക്ഷേ ഈ ലെസ്ബിയൻ ഷൂട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ നൂഡല്ല ഞങ്ങൾ ചെയ്യണേ, ബിക്കിനിയാണ്. പക്ഷെ ആ ഒരു തീം സൂപ്പറായിരുന്നു, നല്ല രസമാണ്. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഒരു ചെക്കന്മാര് പോകുമ്പോൾ ഒരു മുണ്ടെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടിടാ നിന്നെ എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ പറയും. അതേപോലെ ഒരു പെൺകൊച്ചു പോകുമ്പോഴത്തേക്ക് കൊള്ളാലോ, നമുക്കത് ഇല്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുണ്ട്. നമ്മൾ ആസ്വദിക്കാറുണ്ട് മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ട്. ഇപ്പൊ എനിക്ക് അത്രയും സൗന്ദര്യം ഇല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കും. അതിന് മോശം എന്നുള്ള ഒരു രീതിയിലല്ല. നമുക്ക് കണ്ണുണ്ട്, ദൈവം കണ്ണ് തന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്, ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, സ്വാഭാവികമാണത്. അത് നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ഇതാക്കുന്നല്ലേ. ആണുങ്ങൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീകളെ നോക്കുന്നത്? പക്ഷെ നമുക്ക് ആളുകൾ മുണ്ടെടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കുക തന്നെ ചെയ്യും. അത് നല്ല വടിവത്തെ എന്താ പറയുക, പശയൊക്കെ മുറുക്കി നല്ല ഉടഞ്ഞ ആ മുണ്ടെടുക്കുമ്പോ ഉടഞ്ഞൊന്നും അങ്ങനെ ചുളുങ്ങൊന്നും വീഴാത്ത, ഇനി ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വേണേ ആൾക്കാർ പറയും, ചുളുക് വീഴാത്ത ഷർട്ടും മുണ്ടും എടുത്ത് പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഞാൻ നോക്കിയിട്ട് സ്വയം പറയും ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ആ ചേട്ടനോട് പോയിട്ട് നമ്മള് അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ, ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട് ഒരുങ്ങി വരുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ നമുക്ക് എന്തായാലും നിർത്തിയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആസ്വദിച്ചങ്ങ് പോകും. ബ്യൂട്ടി ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് എന്താ അറിയോ, നമ്മൾ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഷൂട്ട്സ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കൊരു ഷൂട്ടിന് പുറത്തൊരു പ്രണയമോ ആ രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട്?
ഇല്ല ഇല്ല. ഷൂട്ടിന് ഷൂട്ടായിട്ട് മാത്രം കാണുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് കഴിയുന്നു, ഉം. നേരെ വീട്ടിൽ പോണു. എനിക്ക് ഉം. ഒരാളുമായിട്ടും യാതൊരു ഇതുമില്ല. ഉം. കാരണം അത് അവിടെ നമ്മൾ ചെല്ലുന്നു, ആ ഷൂട്ട് ശരീരവുമായിട്ട് ആദ്യം കുറച്ചൊക്കെ ചമ്മലൊക്കെ ഉണ്ട്. ഉം. ആ ഫോട്ടോസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഇരിക്കുന്ന രീതിയും മറ്റേ ഷൂട്ട് മറ്റേ മോഡല് നിൽക്കുന്നതും. പക്ഷെ എന്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട്. എനിക്കൊരു ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. അത് ഷൈ ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ ആ ചമ്മലൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പോഴും ഉണ്ട്. പറഞ്ഞില്ലേ, ബിക്കിനി ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലായിടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ചമ്മല് ഇതാണ്. ഈ നേരത്തെ ഇൻബോക്സിൽ വന്ന് ഇതുപോലെ റോങ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന പറഞ്ഞ ആളുകളുടെ കൂട്ടത്തില് ഇവർ സെലിബ്രേറ്റഡ് ആയി നമുക്ക് തോന്നുന്ന ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതായത് ആളുകൾ കുറ്റം പറയുന്നു, ഒരു ഭാഗത്ത് തെറി വിളിക്കുന്നു, പക്ഷെ ഇൻബോക്സിൽ വന്നിട്ട് ആ ഒരു സെലിബ്രേറ്റഡ് അല്ലെ നമ്മൾ അറിയപ്പെടുന്ന ആ രീതിയിലുള്ള ആരെങ്കിലും വന്ന് മോശം പറയോ, അങ്ങനെ എന്തെങ്കിലും കമന്റ് പറയോ? സെലിബ്രിറ്റീസ് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുന്ന മാനേജർ ആൾക്കറിയാം. കാരണം ഞാൻ മെസ്സേജുകളൊന്നും ഡിലീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ക്രീൻഷോട്ട് കൊണ്ടുപോയി ഒരിടത്തും പോസ്റ്റ് ചെയ്യാറില്ല. അതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഇപ്പൊ 2-3 പേര് അടുത്ത കാലത്ത് നല്ല വൈറലായിരിക്കുന്ന 2-3 താരങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഗൗരി ഇന്നടുത്ത് മേടിക്കാൻ കിട്ടുമെന്ന് പറയും. അല്ല, അവര് മോശമല്ലത് പറയണേ, നല്ല ഭംഗിയുള്ള ഇന്നടുത്ത് കിട്ടും. കാരണം അത് അവര് ആ ഒരു ഇതില് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഗൗരി നീ അത് ചെയ്യുന്നതേ ജട്ടിയും ഇത് വിട്ട് ചെയ്യുന്ന ആ മോശം എന്നല്ല പറയണേ, കളിയാക്കലല്ല, നല്ല ബ്രാൻഡഡ്, ഇച്ചിരൂടെ നല്ല ബ്രാൻഡഡ്. ഇപ്പൊ ഞാൻ മറ്റേ സാധാരണ എന്താ പറയുക 100 രൂപയുടെ 50 രൂപയുടെ അല്ലേ നമ്മള് സ്റ്റാർ അങ്ങനെ മുതൽ മേളിലോട്ടുള്ള ഷൂട്ടുകളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പം കേട്ടിട്ട് വേണമെങ്കിൽ ആൾക്കാർ പറയും ഇവള് 100 രൂപയുടെ പണ്ടിട്ടിട്ടുണ്ടായിരിക്കും എന്ന്. പക്ഷെ നമ്മൾ കുറ്റം പറയുന്നതല്ല. പക്ഷെ ആ അവര് പറയുന്നത് ഇച്ചിരൂടെ നല്ലത് ക്വാളിറ്റിയിൽ നല്ല കണ്ടന്റുകൾ എടുക്കാം എന്നുള്ളത് വന്നിട്ട് ഒരുപാട് പേര് എനിക്ക് പറയാറുണ്ട്, നല്ല വലിയ സെലിബ്രിറ്റീസ്. അല്ല, അത് നിങ്ങളുടെ പ്രശംസിച്ച് പറയുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഗൗരി കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും. ഞാൻ പറയുന്നത് റോങ് ആയിട്ട് വലുതും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അത് ഞാൻ മറ്റുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ടോ ഞാൻ എന്തിനാണ് അവരെ മോശമായിട്ട് കാണുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുമ്പിട്ട് കൊടുത്താൽ അവരെ ഇങ്ങോട്ട് ചായത്തുള്ളൂ. ആ തുമ്പിടുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. കാരണം എനിക്കിപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പുത്തം കിട്ടിയിട്ട് എനിക്ക് ജീവിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കണേ. അപ്പൊ അവരുടെ പണം കണ്ടിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിച്ചിട്ട് എനിക്ക് എന്നാ പുണ്യം? അവരുടെ ഫാമിലിക്കും പോയി മറ്റുള്ളവർക്കും പോയി എല്ലാം പോകുമ്പോ അവരെ നാണം കെടുത്തു. ഞാനെന്ന് പറയുന്നത് ഒരു പെണ്ണായതിന്റെ പുറത്ത് ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ കേൾക്കാൻ കാണും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരും കാണും. പ്രശ്നം നമുക്കത് വന്നിട്ട് ആ പുള്ളീനെ തരം താഴ്ത്തി കാണാനും ആൾക്കാർ നിൽക്കും. പക്ഷെ രണ്ടും രണ്ട് കാറ്റഗറി പെടുന്നതാണ്. കാരണം ഞാൻ വല്ലതും വിടുവത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പുള്ളീനെ എന്തിനാണ് വെറുതെ ഞാൻ നാണം കെടുത്തുന്നത്? എനിക്കതിന്റെ ആവശ്യമില്ല. നമ്മള് രണ്ടുപേർക്കും നല്ലൊരു മ്യൂച്വൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ അത് മുൻപോട്ട് പോകും. ഇല്ല ചേട്ടാ ഇവിടെ നിർത്തിക്കും, എനിക്കിതിന് താല്പര്യമില്ല. അത് നന്മ വരണം ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പാണ്. നന്മയുടെ അല്ല, മറ്റുള്ളവരെ നമ്മള് മോശം പറഞ്ഞുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് എന്താണ് നേടാൻ എനിക്കുള്ളത്? ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പം 6 അടി മണ്ണ് പോലും എനിക്ക് തരുമോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ ഒന്ന് പിണങ്ങി കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഈ മെസ്സേജുകളും ഈ ചാറ്റുകളും ഓഡിയോ കോളുകളും കൊണ്ടിട്ടിട്ട് എനിക്ക് എന്താണ്? മറ്റുള്ള ചാനലുകൾക്ക് റീച്ച് കിട്ടും അല്ലേ? അല്ലാതെ എനിക്കൊന്നും കിട്ടില്ല. കാരണം ഇവരാരും എനിക്ക് പേയ്മെന്റും തരത്തില്ല. എന്റെ വീഡിയോ കണ്ടന്റുകൾ കൊണ്ടുപോയിട്ട് ഓരോ ചാനലുകൾ കോപ്പി ആയിട്ട് കൊണ്ടുപോയി അങ്ങ് പോസ്റ്റ് ചെയ്യും. അവർക്കാണ് പേയ്മെന്റ് കിട്ടുന്നത്, എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് വിളിച്ചു പറയണത്? എനിക്കൊരു പുണ്യവും ഇല്ല. ഞാൻ നേരെ പോയി എന്ന് പറയുന്നത്. കാരണം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് മറക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മറയ്ക്കും. എനിക്കത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം അത് പറഞ്ഞിട്ട് യാതൊരു പുണ്യവും ഇല്ല. കുറച്ച് കരച്ചിലും കണ്ണീരും കുറച്ച് ഹാഷ്ടാഗുകളും ഒക്കെ വീഴും. അത് വീണിട്ട് എന്താണ്? ഒരു പുണ്യവും ഇല്ല. എനിക്കത് തോന്നുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കുറെ ആൾക്കാർ ഒരുങ്ങിയിരിക്കും. ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇത് മറക്കും. മറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയല്ലേ ഇത് അനുഭവിക്കേണ്ടത്. അപ്പൊ ഇത് എനിക്ക് സംസാരിച്ച് തീർക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ആ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു, ആ ചേച്ചി എന്നോട് ഇത് പറഞ്ഞു, അത് കൊണ്ടിട്ടിട്ട് വിവാദമാക്കേണ്ട കാര്യമില്ല. അത് ആ ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്കറിയാം.